ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു നോർമൽ രീതിയിലുള്ള സിഗരറ്റ് പാൻ എങ്ങനെ കട്ട് ചെയ്തെടുക്കാനാണ്. ഇപ്പോൾ ചില ആളുകൾക്ക് തടിയുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സിഗരറ്റ് പാൻ്റെ ആഗ്രഹം ഉണ്ടാവും, പക്ഷേ എങ്ങനെയാണ് കട്ട് ചെയ്യാന്നറിയില്ല. അവർക്ക് വേണ്ടിയിട്ടൊന്ന് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലുള്ള ഒരു സിഗരറ്റ് പാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ തുണി രണ്ടാക്കിയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. നമ്മുടെ രീതിയിലേക്ക് ഓപ്പൺ വരുന്ന രീതിയിലാണ് നമ്മൾ മടക്കിയിട്ടിട്ടുള്ളത്. ഈ 4 പീസ് ഒരുമിച്ചിട്ട് നമ്മൾ മടക്കിടേണ്ട ആവശ്യമില്ല. ഇതിൽ 2 പീസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആ 2 പീസ് മാത്രം നമ്മൾ മടക്കിയിടുക, ബാക്കിയുള്ളത് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ രീതിയിലാണ് നമ്മൾ തുണി മടക്കിയിട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ പാനിൻ്റെ അരവണ്ണം കാണുന്ന അരവണ്ണം വന്നിട്ടുള്ള 50 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ 10 ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ അതിൻ്റെ 4-1 മാർക്ക് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുന്നേ നമ്മൾ ഈ കര വരുന്ന ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ആ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത സൈഡിൽ നിന്ന് വേണം നമുക്കത് ബാക്കി അളവെടുക്കാൻ 15.5 ഇഞ്ച്. അപ്പോൾ നമ്മൾ ഇത് എന്തിനാണ് നോക്കുന്നത് വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ ലെങ്ത്ത് നോക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് നമുക്ക് എത്ര ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നോക്കണം. അതിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തെന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ 4 ഇഞ്ചോളം നമുക്ക് വന്നിട്ടുണ്ട്. നോക്കുക, നമ്മുടെ മുകൾ വശത്ത് നമുക്ക് മടക്കിടാൻ വേണ്ടിയിട്ട് നമ്മൾ 1.5 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ടോട്ടൽ 4.5 ഇഞ്ചോളം വന്നിട്ടുണ്ട്. അപ്പോൾ ആ 4.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മടക്കി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കണ്ട 1.5 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് നമ്മൾ ഇതിനുള്ളിൽ വെച്ചിക്കണമെന്ന് സങ്കല്പിക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ മടക്കിയിട്ടതിന് ശേഷമാണ് നമ്മൾ താഴോട്ടേക്ക് നമ്മുടെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ പിടിച്ചിട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മുകൾ വശത്തും തുണി കിട്ടും, അതേപോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ടുള്ള അളവും കിട്ടും. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ 12 ഒരു മാർക്കിങ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലെങ്ത്ത് നോക്കുകയാണ്. നമുക്ക് ടോട്ടൽ ലെങ്ത്ത് എത്ര വന്നിട്ടുള്ളതെന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ഇറക്കം 40 വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല. നമ്മളിങ്ങനെ നമ്മുടെ ഫോണിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് താഴ്ത്തി കൊടുക്കണം. അതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തത്. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് നമുക്ക് 41 വേണ്ടത്. പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ 40 എടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ 3 ഇഞ്ച് കൂട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ തയ്ച്ച് വരുമ്പോൾ നമുക്കത് 41.25 ഉണ്ടായിരിക്കും. ഈ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മടക്കി തയ്ക്കാനൊക്കെ കൂടുതൽ ഇഞ്ച് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 3 ഇഞ്ചുള്ളത് 4 ഇഞ്ചൊക്കെ ആക്കി കൊടുക്കുക. ഇവിടെ നമുക്ക് താഴത്തുള്ള വീതിക്കനുസരിച്ച് നമ്മുടെ ലെങ്ത്ത് 40 ഉള്ളത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, 4 ഇഞ്ച് എടുക്കുമ്പോൾ നമ്മൾ 40 ഉള്ളത് 39 എടുത്തിട്ട് 4 ഇഞ്ച് കൂട്ടി കൊടുക്കുക. ഇനി നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ 40 എടുത്തിട്ട് ഒരു 3 ഇഞ്ചോളം എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഈ 3 ഇഞ്ചിൽ നിങ്ങൾക്ക് 4 ഇഞ്ച് വേണമെങ്കിലൊക്കെ കൊടുക്കട്ടോ. പക്ഷെ ഞാനെന്താ കൊടുക്കാത്തത് വെച്ചാൽ നമുക്ക് 41 മതി. പിന്നെ കൂടുതൽ അടിഭാഗത്ത് വീതി ഇഷ്ടമല്ല, അതുകൊണ്ടാണ് നമ്മൾ 3 ഇഞ്ച് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ അടിഭാഗത്തും നമ്മുടെ മുകളിൽ കൊടുത്ത അതേ വീതി തന്നെയാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ കാണണം. ഇപ്പോൾ നമ്മൾ 16 എടുത്തിട്ടുള്ളത്. 16ൻ്റെ സെൻറ്റർ കാണുമ്പോൾ നമുക്ക് 8 ഇഞ്ചാണ് വരിക. ആ 8 ഇഞ്ചിൻ്റെ സെൻറ്ററിലൊരു മാർക്കിങ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കാലിൻ്റെ അടിവശത്തുള്ള വണ്ണം എത്രയാണ് നോക്കണം. അപ്പോൾ നമുക്ക് എത്രയാണ് വണ്ണം വന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ടോട്ടൽ 16 ഇഞ്ചാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഈ 16 ഇഞ്ച് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 2 സൈഡൊക്കെ നമ്മൾ 8ൻ്റെ പകുതി ആകുമ്പോൾ നമ്മൾ 4 വീതിട്ട് കൊടുക്കണം. പിന്നെ എക്സ്ട്രാ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കണം. അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് 8 ഇഞ്ച് വരണം. അപ്പോൾ ടോട്ടൽ 16 വരണം. പിന്നെ 1/2 ഇഞ്ച് കൂടി ആകുമ്പോൾ നമുക്ക് തയ്യൽ തുമ്പും കൂടി കൂട്ടി എടുക്കാൻ പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ അടിവശം കട്ട് ചെയ്ത് മാറ്റുകയാണ്. നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് തുണി ഇങ്ങനെ ലെങ്ത്തിൽ കിടക്കുമ്പോൾ നമ്മുടെ അളവുകളൊക്കെ തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഈ 3 ഇഞ്ച് ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഇതെടുക്കാൻ പറ്റും. നമ്മളുടെ താഴ്വശത്തുള്ള അളവ് തെറ്റൂല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ തുണി ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഫോൾഡ് ചെയ്ത് മടക്കിയിടുക. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മളുടെ കാലിൻ്റെ അടിവശം കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക്
ഇതിൻ്റെ റിസൾട്ട് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മുകൾ വശത്തേക്ക് തന്നെ വന്ന് താഴ്വശത്തുള്ള പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുകൾ വശത്തേക്ക് വന്നതിന് ശേഷം നമ്മൾ ഈ ഭാഗത്ത് ഇതേപോലെ പിടിച്ചിട്ട് ഇതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യണം. എങ്കിലുള്ള നമുക്ക് കറക്റ്റായി കിട്ടുക. ഇനി നമുക്ക് ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമുക്ക് ഈ ഭാഗത്ത് നമ്മുടെ ഷേപ്പിൻ്റെ താഴ്ച, നിങ്ങൾ ക്രോച്ചറ്റ് എന്നൊക്കെ പറയും, അതാണ് ഞാൻ ഷേപ്പ് താഴ്ച എന്ന് പറയുന്നത്, അത് നമുക്ക് ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളത് നമ്മുടെ ഈ മുകളിൽ അടിക്കാനുള്ള ഭാഗം കൂടി കൂട്ടിയതിന് ശേഷമാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി കൊടുത്താൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് ലൈന് വരച്ചെടുക്കുക. ഇത് നമ്മൾ കുറച്ച് ലൂസുള്ള മോഡൽ സിഗരറ്റ് പാൻ്റാണ് തയ്ക്കുന്നത്. ചില ആളുകൾ പറയും സിഗരറ്റ് പാൻറ് വേണം പക്ഷെ ലൂസും വേണമെന്ന്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ. ഒരിക്കലും സിഗരറ്റ് പാൻറ്റിന് നമുക്ക് അധികം ലൂസ് കൂട്ടിയ ഭംഗി ഉണ്ടാവില്ല. പക്ഷെ എന്നാലും നമ്മൾ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ രീതിയിൽ തയ്ച്ചു കൊടുക്കുക. അപ്പം നമ്മളിങ്ങനെ മടക്കി പിടിച്ച് നോക്കുക. എന്നിട്ട് നമ്മൾ ക്രോച്ചറ്റിൻ്റെ അളവെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഷേപ്പ് താഴ്ച ക്രോച്ചറ്റ് എന്ന് പറഞ്ഞ ഭാഗം ഇങ്ങനെ തൂങ്ങിക്കൊടുക്കും. പിന്നെ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിട്ട് കഴിഞ്ഞാൽ തുടയുടെ ഭാഗത്തൊക്കെ പൊട്ടിപ്പോണ പ്രശ്നം വരില്ല. അതുകൊണ്ടാണ് ഈ പ്രത്യേകിച്ച് സിഗരറ്റ് പാൻറ് കൂടുതൽ ആളുകൾക്കും ഈ പൊട്ടുന്ന പ്രശ്നം ഉണ്ടാവും. അപ്പം നമ്മൾ ഈ ക്രോച്ചറ്റിൻ്റെ ഭാഗത്തുള്ള അളവ് നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇനി നമ്മൾ താഴ്വശത്ത് നിന്ന് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇവിടോട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം. ഇത് ഫ്രണ്ട് പീസാണ്. ഫ്രണ്ട് പീസിൽ നമ്മൾ കൂട്ടിയെടുക്കില്ല, ബാക്ക് പീസിലാണ് നമ്മൾ കൂട്ടിയെടുക്കുക. അപ്പം നമുക്ക് ഇത്ര കാര്യം മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. നമ്മുടെ ഈ ഭാഗത്തുനിന്ന് ജസ്റ്റ് ഇങ്ങനെ വരച്ചെടുക്കുക. ഫസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യുക, ലെങ്ത്തിൻ്റെ കൂടെ 3 ഇഞ്ച് കൂട്ടുക. അതേപോലെ തന്നെ നമ്മൾ ലെങ്ത്തിൻ്റെ കൂടെ 3 ഇഞ്ച് കൂട്ടുക. നിങ്ങൾക്ക് 4 വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലെങ്ത്തിൽ നിങ്ങൾ അളവ് കുറക്കണം. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇത് ഇതേപോലെ മടക്കിയിട്ടത് മനസ്സിലായ, നമുക്കിവിടെ കട്ട് ചെയ്യുമ്പോൾ നല്ല കറക്റ്റായിട്ട് നമുക്കിതിൻ്റെ അടിവശം ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ ക്രോച്ചറ്റിൻ്റെ ഭാഗത്ത് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇവിടെ ഈ ലൂസ് എടുക്കുന്ന ഭാഗത്ത് കുറച്ചും കൂടി ലൂസ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്ക് സൈഡിൽ കൂടുതലാക്കി ലൂസ് എടുത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ തുടയുടെ ഭാഗത്ത് പൊട്ടുന്ന പ്രശ്നം ഒഴിവാക്കാൻ പറ്റും. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് പോലെ തന്നെ കട്ട് ചെയ്യണം. നമ്മൾ ഈ വരച്ച ലൈൻ ഉണ്ടല്ലോ അതിലൂടെ തന്നെ കട്ട് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മുടെ ഫ്രണ്ട് പീസാണ്. ഇതിലൂടെ നമ്മൾ എക്സ്ട്രാ പീസോ ഒന്നും കൂട്ടി കൊടുത്തിട്ടില്ല. എക്സ്ട്രാ നമ്മൾ ഒരു 2 ഇഞ്ചൊന്നും കൂട്ടി കൊടുത്തിട്ടില്ല. ജസ്റ്റ് നമ്മൾ ഷേപ്പിൽ നമ്മൾ ജെൻസിൻ്റെ പാൻറ് കട്ട് ചെയ്യുമ്പോൾ തന്നെയാണ് നമ്മൾ സിഗരറ്റ് പാൻറ്റിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഇത് കുറേ ആളുകൾക്ക് ഉണ്ടാവും. സ്ഥിരമായിട്ട് നമ്മൾ സാധാ പാൻറ്റും പാട്ടിര പാൻറ്റൊക്കെ ഇടുമ്പോൾ ഒരു പുതിയ തുണിയൊക്കെ കൊടുന്ന് തന്നാൽ സിഗരറ്റ് പാൻറ്റ് പുതിയ മോഡൽ പാൻറ്റൊക്കെ അടിച്ച് തരുമെന്ന് ചോദിച്ചാൽ നല്ല തടിയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് തയ്ച്ച് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ സാധാ നോർമൽ രീതിയിലൊന്ന് തയ്ച്ച് കൊടുത്തിട്ട് നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ പറയുക. അതേപോലെ തന്നെ നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് തയ്ച്ചതിന് ശേഷം നിങ്ങൾ പുറത്തുള്ളവർക്ക് തയ്ച്ചെടുക്കാൻ പറ്റുള്ളൂ. എന്നാലല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുക. ഇപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ കയറാണ് വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 ഇഞ്ച് എടുത്താലും മതി. ഇപ്പം ഞാൻ ഇലാസ്റ്റിക് ആയതുകൊണ്ടാണ് 4.5 ഇഞ്ച് എടുത്തിട്ടുള്ളത്. ഇനി ഇതേപോലെ മടക്കി പിടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ക്രോച്ചറ്റ് എടുക്കാൻ പാടുള്ളൂ. അത് ബിഗിനേഴ്സായ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളത് ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് എടുത്താലും മതി. ഇവിടുന്ന് നമ്മൾ ക്രോച്ചറ്റ് എടുക്കുമ്പോൾ ഒരു 15.5 ഇഞ്ചോളം നമ്മൾ എടുത്തിട്ടുണ്ട്. അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത്ര വേണം. ഇത് വലിയ സൈസ് ആയതുകൊണ്ട്. പിന്നെ അതേപോലെ തന്നെ അടിവശത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് നമുക്ക് 16 ഇഞ്ചാണ് കാലിൻ്റെ അടിയത്തെ വണ്ണം വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ഈ ഫ്രണ്ട് കട്ട് ചെയ്ത ഭാഗം നമ്മൾ എന്ത് ചെയ്ത് മുകളിലോട്ട് വെച്ചിട്ട് ജസ്റ്റ് നമ്മളിത് കട്ട് ചെയ്യാൻ വേണ്ടി സ്ട്രൈറ്റായിട്ട് നിവർത്തിയിട്ടതാണ്. നമ്മൾ സാധാരണ സിഗരറ്റ് പാൻറ് തയ്ക്കുമ്പോൾ നമ്മൾ മുകളിൽ ഒരു 1.5 ഇഞ്ച് ചെരിച്ച് വരച്ചെടുക്കും. പക്ഷെ നമ്മൾ ഈ രീതിയിലുള്ള പാൻറ് തയ്ക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നല്ല ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് അടിക്കില്ല. അപ്പോൾ അത്ര തന്നെ നമുക്ക് ഫിറ്റായി എടുക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ എക്സ്ട്രാ നമ്മൾ ഈ മാർക്ക് ചെയ്തതിൻ്റെ ഭാഗത്തു നിന്ന് ഒരു 2 ഇഞ്ച്
എക്സ്ട്രാ എടുക്കുക. ഇനി 2.5 ഇഞ്ച് എടുത്താലും കുഴപ്പമില്ല, വീതി വേണമെന്ന് പറഞ്ഞവരല്ല. അപ്പം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്ക്കുമ്പോൾ അതേപോലെ ഈ ക്രോച്ച് സെറ്റിൻ്റെ അവിടെ എടുക്കുമ്പോൾ ഒരു 3 ഇഞ്ചോളം നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കുക. ജസ്റ്റ് നമ്മൾ ഈ ഫ്രണ്ട് പീസിൻ്റെ കൂടെ നമ്മൾ ബാക്ക് പീസ് മാർക്ക് ചെയ്യുമ്പോൾ ഒരു 2.5 ഇഞ്ച് കൂട്ടാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഷേപ്പ് വരുന്ന ഭാഗത്ത് നമ്മളൊരു 3 ഇഞ്ച് കൂട്ടണം. അത് നമ്മുടെ തുടയുടെ ഭാഗത്ത് ലൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വീഡിയോ കാണുന്നില്ലല്ലേ? അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ മൊബൈലൊന്ന് തിരിച്ച് വെക്കണമെങ്കിലുള്ളൂ കറക്റ്റായിട്ട് കാണുള്ളൂ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് നമ്മളിങ്ങനെ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോവാണ്. നമ്മളിങ്ങനെ നീക്കി ചെയ്യുമ്പോൾ എന്താവും, നമ്മളുടെ തുണിക്ക് തെറ്റിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം കണ്ടില്ല, നമ്മൾ വരച്ചതിന് ശേഷമാണ് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ ഒരു 2.5 ഇഞ്ച് വീതം എടുത്തിട്ടുണ്ട്. നമ്മുടെ ഷേപ്പ് വരുന്ന ഭാഗത്ത് നമ്മളൊരു 3 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഭാഗത്തുനിന്ന് 3 ഇഞ്ച് എടുക്കുക. ഇവിടെയൊക്കെ നമ്മുടെ തുടയുടെ ഭാഗം വരുന്ന ഭാഗമല്ലേ. അപ്പോൾ ഇനി നമുക്ക് താഴത്തോട്ടേക്ക് വരുമ്പോൾ 2 ഇഞ്ച് 1.5 ഇഞ്ച് വീതം നമുക്ക് അടിക്ക് ലൂസ് കൊടുത്താൽ മതി. കൂടുതൽ ലൂസ് കൊടുത്താൽ നമ്മുടെ സീക്രട്ട് പാൻറ്റിൻ്റെ ഭംഗി നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ എടുക്കുക. ബാക്ക് പീസിന് ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. നമ്മൾ ഫ്രണ്ട് പീസിനെക്കാട്ടി ഒരു 2.5 ഇഞ്ചോ 3 ഇഞ്ചോ കൊടുക്കുക. വളരെ സിമ്പിളാണ് നമുക്കിത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ സീക്രട്ട് പാൻറ്റാണ് വിചാരിച്ചിട്ട് നല്ല ബുദ്ധിമുട്ടാണെന്നൊക്കെ കരുതും, പക്ഷെ വളരെ സിമ്പിളാണ്. ആർക്കും ഇത് കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചാൽ തന്നെ നമുക്ക് ബാക്ക് പീസോ കട്ട് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താലും ഞാനിടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചാൽ മതി. ഞാൻ കാണുന്ന സമയത്ത് അതിൻ്റെ മറുപടി തരുന്നതായിരിക്കും. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. ഇതിന് പോക്കറ്റ് ഒന്നും ഇല്ലാതെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പോക്കറ്റൊക്കെ ഉള്ള വീഡിയോ നമ്മൾ വേറൊരു ക്ലാസ്സിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിച്ചാൽ മതി. ഇതേപോലെ താഴ്വശത്തൊക്കെ എത്തുന്നതോട് കൂടി നമ്മൾ 1.5 ഇഞ്ച് ഇങ്ങനെ കുറച്ച് വരുന്നുണ്ട്. കൂടുതൽ വീതിയായി കഴിഞ്ഞാൽ നമ്മുടെ സീക്രട്ട് പാൻറ്റിൻ്റെ ഭംഗി ഉണ്ടാവില്ല. ജസ്റ്റ് നമ്മളിത് വെച്ചതിന് ശേഷം നമ്മുടെ ഈ ബാക്ക് സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൻ്റെ ഈ ഭാഗം നമ്മൾ ഫ്രണ്ട് ഭാഗത്തിൻ്റെ അതേപോലെ തന്നെയാണ് ബാക്ക് സൈഡ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ മറ്റേ സൈഡ് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ രീതിയിൽ കട്ട് ചെയ്യുക. ഇത് നമ്മൾ ഇതേപോലെ ജസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ സൈഡിലാണ് നമ്മൾ ആ 2 ഇഞ്ച് 1.5 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ സൈഡിൽ നമ്മൾ കറക്റ്റായിട്ട് തന്നെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ ഒരു ഇതിട്ട് കൊടുക്കുക, ഒരു നോച്ചിട്ട് കൊടുക്കണം. അതേപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡിൽ ഫ്രണ്ട് സൈഡിൽ നമുക്ക് ഉള്ളിലോട്ട് പോകാനുള്ള ഭാഗം ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ ഭാഗത്ത് നമുക്കൊരു 1.5 ഇഞ്ച് ചെരിവ് വരും സാധാരണ സീക്രട്ട് പാൻറ്റിന്, പക്ഷെ നമ്മൾ ഇതിന് കൊടുക്കുന്നില്ല. ഈ സീക്രട്ട് പാൻറ്റ് കുറച്ച് ലൂസിലുള്ള സീക്രട്ട് പാൻറ്റ് ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വരുന്നതേക്ക് വരേക്കും ബൈ, സീ യു.